ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ട്രിപ്പാണ്. വെറും 2 ദിവസത്തെ ഒരു കുഞ്ഞ് ട്രിപ്പ്. ഈ ഒരു മൊമെൻറ്റ്സ് എല്ലാ കാലവും എനിക്ക് വേണം തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വീഡിയോസാക്കി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ. ഫസ്റ്റ് പോയത് മറൈൻ ഡ്രൈവിലോട്ടാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ നമ്മളെ ഹൗസ് ബോട്ട് കയറാൻ വേണ്ടി നിർബന്ധിച്ചു. ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്താണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതെടുക്കാൻ വേണ്ടി ഒരു 3/4 മണിക്കൂറെങ്കിലും ലേറ്റ് ആവും. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് വേറെ ടിക്കറ്റ് എടുത്തു. എന്താണെങ്കിലും അതായിരുന്നു അടിപൊളി. കാരണം എല്ലാ കാര്യങ്ങളും അവർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും ചെയ്തു. നീളം കൂടിയ ഐലൻഡാണ്. 27 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. 4 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. 4 ലക്ഷം ആൾക്കാരാണ് ഇതിനകത്ത് താമസിക്കുന്നത്. വൈബ് മുതൽ ദിലീപിൻ്റെ വീടായിട്ട് കാണുന്നത്. അങ്ങനെ തിരിച്ച് അവർ നമ്മളെ അതേ സ്ഥലത്ത് തന്നെ കൊണ്ടാക്കി തന്നിട്ടുണ്ട്. ആകെ 1/2 മണിക്കൂർ ടൈം മാത്രമേ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ബ്രോഡ്വേയിൽ പോകണം. അതിനു മുമ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണണം. കാരണം വന്ന ടൈമിൽ നമ്മൾ നേരെ ബോട്ടിങ്ങിൽ കയറി ഇവിടെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. നമുക്ക് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ. അവർ നമുക്ക് പിക്ക് എടുത്ത് തരും. 25 അല്ലെങ്കിൽ 30 രൂപയ്ക്കേ വരുന്നുള്ളൂ ഒരു പിക്കിന്. അങ്ങനെ ഒരു 10 പിക്ക് എടുക്കുകയാണെങ്കിൽ 250 ആവുള്ളൂ. അതുപോലെ ഞങ്ങൾ കുറച്ച് പിക്സ് എടുത്ത് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. സിംഗിൾ പിക്ക് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്സ് എല്ലാം കണ്ടു. ഞാൻ അവിടെ ഒരു ബൈനോക്കുലർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങി. ഇനി നേരെ ചെല്ലുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി. കാരണം വന്ന ടൈം തൊട്ട് നമ്മൾ സീ ഫുഡ് എങ്ങനെയും കഴിക്കണം എന്ന് വിചാരിച്ച് നടക്കുക. ഇപ്പം തന്നെ ടൈം 12 ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 10 ആയപ്പോൾ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഇപ്പോൾ കഴിച്ചിട്ട് പിന്നെ നമുക്ക് സീ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഹെവി ആയിട്ട് കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അവിടെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് മസാല മുട്ടയായിരുന്നു. അവർ മുട്ട നമുക്ക് മസാല ഒക്കെ ഇട്ട് സെറ്റാക്കി തരും. പക്ഷേ അത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് ഇറങ്ങി. ഇനി പോകാനുള്ളത് ബ്രോഡ്വേയിലോട്ടാണ്. പക്ഷേ ബ്രോഡ്വേ പോകേണ്ട വഴി ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ മതി, അല്ലാതെ ഊബറൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഓട്ടോ വിളിക്കേണ്ട കാര്യമില്ല എന്ന് ആ ഓട്ടോ ചേട്ടൻ തന്നെ പറഞ്ഞു. കാരണം ഒരു 5 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ബ്രോഡ്വേ എത്തി. ഒരു വളവ് തിരിയാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. കാരണം ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അത്രത്തോളം അടിപൊളിയായിട്ട് ഹോൾസെയിൽ കടകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്താണോ നമുക്ക് വേണ്ടത് അത് ഈ ഒരു സ്ഥലത്ത് ചെന്നാൽ നമുക്ക് കിട്ടും. വാങ്ങാനായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ പ്രൈസ് എനിക്ക് അധികം കൂടുതലായിട്ട് തോന്നിയില്ല. നോർമലായിട്ടുള്ള പ്രൈസ് എത്രയാണോ അത്ര തന്നെ ഉണ്ട്. വളരെ കുറവൊന്നുമില്ല, അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷേ എന്താ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു സ്പേസ് കിട്ടും ഇവിടുന്ന്. എന്താണോ വേണ്ടത് അത് നമുക്ക് അത്രത്തോളം ടൈം നിന്ന് എടുക്കാം. പിന്നെ ഒരുപാട് ജ്വല്ലറീസ്, ഗേൾസിന് നെയിൽ പോളിഷ്, എന്തൊക്കെ എനിക്കിഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഞാൻ ഷൂട്ട് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഒരു 3-4 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്തു. എന്നാലും കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് അവിടുന്ന് തിരിച്ച് വരണം. ഇല്ലെങ്കിൽ അവിടെ കുടുങ്ങിപ്പോവും. വൈകുന്നേരം ആയാലും വരാൻ പറ്റില്ല. അത്രത്തോളം നമുക്ക് അവിടെ കാണാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ ഫോർട്ട് കൊച്ചി പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വീണ്ടും ഒരു യൂബർ വിളിച്ച് അവിടുന്ന് കയറി. അപ്പം തന്നെ ഏകദേശം ഫുള്ളി ടയേർഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഫുഡ് കഴിക്കാനും പറ്റിയിട്ടില്ല. ഇതിനു മുമ്പ് ആദ്യം പോയത് ജൂ സ്ട്രീറ്റിലേട്ടാണ്. ജൂ സ്ട്രീറ്റ് 2 ഉണ്ട്. അത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ തെറ്റായ ഒരു സ്ഥലത്തേക്കാണ് പോയത്. എന്തായാലും അവിടെ നിന്ന് നേരെ പിന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് തന്നെ പോയി. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിക്കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ എങ്ങോട്ടും പോകാനുള്ള ക്ഷമയോ അതേപോലെ തന്നെ ടൈമോ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇനിയുള്ള ടൈം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഫസ്റ്റ് നമുക്കൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ബീച്ചിലേക്ക് കയറുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഹോട്ടൽ കാണാൻ പറ്റും, ദ ഹോട്ട്സ്പോട്ട് റെസ്റ്റോറൻറ്റ്. അവിടുന്ന് തന്നെയാണ് ഞങ്ങൾ ഫ്രഷ് ആയതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ ബീച്ച് സൈഡ് പോയി. ഈവനിങ് ആയതുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും ടൂറിസ്റ്റുകാരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് സൺസെറ്റും കാണാൻ പറ്റും. പോരാത്തതിന് ഒരുപാട് ഷോപ്പിംഗ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ഷോപ്പിംഗ് ഐറ്റംസും ഇവിടെ കാണാം. സീ ഫുഡ്സ് ആണെങ്കിൽ അവൈലബിൾ ആണ്. നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു. രാത്രി ആയപ്പോഴാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പോരുന്ന വഴിക്ക് ഈ ഒരു കാഴ്ച കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. ഇങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് ഞങ്ങൾ ആരും തന്നെ കണ്ടിട്ടില്ല. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള ചെറിയൊരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്.